ദൈവം നമ്മളെ ദുഃഖകരമായ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം ദൈവമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം ദൈവമാണെന്ന് പഠിപ്പിക്കാനാണ്. നമ്മുടെ ജീവിതം ആശ്രയം കണ്ടെത്തേണ്ടത് ദൈവത്തിലാണെന്ന് ഓർമ്മിപ്പിക്കാനാണ്. നമ്മള് ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, തൊഴിലിന് വേണ്ടി, കമ്പനിക്ക് വേണ്ടി എല്ലാം ജീവിച്ചു. ദൈവം പറയുകയാണ്, അങ്ങനെ ജീവിക്കാനല്ല നിന്നെ ഭൂമിയിലേക്ക് ഞാൻ വിട്ടത്. നീ എന്റേതാണ്. നീ എനിക്ക് വേണ്ടി ജീവിക്കണം. നീ എന്നെ ലക്ഷ്യം വെക്കണം. എനിക്ക് നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ നിന്റെ ജീവിതത്തിൽ നീ ഭർത്താവിനെ ലക്ഷ്യം വെച്ചു, ഭർത്താവിൽ നിന്ന് നിനക്ക് നീ ആഗ്രഹിക്കുന്ന സന്തോഷം കിട്ടിയോ? ഭാര്യയെ ലക്ഷ്യം വെച്ചു, ഭാര്യയിൽ നിന്ന് പൂർണ്ണമായ സന്തോഷം കിട്ടിയോ? മക്കളെ ലക്ഷ്യം വെച്ചു, മക്കളെ നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ പെരുമാറിയോ? നമ്മൾ എവിടെല്ലാം ആശ്രയം വെച്ചോ ആ ആശ്രയം മുഴുവൻ കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചെറുകിടിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ എന്ന് പറയുന്ന പോലെ ആ കൂടെല്ലാം തകർന്നിട്ടുണ്ട്. ആ കൂടെല്ലാം ദൈവം തകർത്തത് എന്തിനാണ്? ആ കൂട് തകർത്തത് നമുക്ക് ആകാശം തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആ സുരക്ഷിതത്വത്തിന്റെ കൂട് ദൈവം തകർത്തത് വിശാലമായൊരു ചക്രവാളം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്.